പാവം പൂർണിമ എന്ന സിനിമയിൽ ശവമായിട്ട് അഭിനയിച്ചോ? ശവമായിട്ട് അഭിനയിച്ചു അങ്ങനെ. അത് ശരിക്കും പറഞ്ഞ ആ സീനിലെ മമ്മൂക്ക വന്ന് കരയേണ്ടായിരുന്നല്ലോ അല്ലേ? മമ്മൂക്ക ചിരിച്ചുപോയി. എന്തായിരുന്നു കാര്യം? അതെന്താ സംഭവം എന്നറിയാം. അന്ന് ഞാനിങ്ങനെ പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് ഇങ്ങനെ മൂക്കിൽ പഞ്ഞി ഇതെല്ലാം വെച്ച് ഇങ്ങനെ എല്ലാം ഉണ്ട് പാക്ക് ചെയ്ത് എന്നെ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കിടക്കാണ്. പാവം സുകുമാരി ചേച്ചി ഇപ്പൊ ഇല്ലല്ലോ എന്നാണ് ആലോചിക്കുന്നത്. അങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പൊ കിടത്തിരിക്കുമ്പം സുകുമാരി ചേച്ചിയും പിന്നെ ഒരു അച്ഛനായിട്ട് അവരെല്ലാരും കൂടെ ഇരുന്ന് ഞാൻ പോയതിന് പൂർണിമ എന്ന് പറഞ്ഞ് കരയണം. മോള് പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് കരയണം. അപ്പൊ മമ്മൂക്ക ഓടി വന്ന് പൂർണിമ എന്ന് പറഞ്ഞ് വന്ന് ഷോക്കായി നിക്കണം. ഇതാണ് ഷോട്ട്. അന്ന് ചേച്ചി അഭിനയം കഴിഞ്ഞ് പോവാ. എവിടെ പോവാൻ ട്രെയിനിൽ ടിക്കറ്റ് എടുത്തിട്ട് പോകണം. ചേച്ചി എന്നിട്ട് ഇങ്ങനെ ഞാൻ കിടക്കുകയാണ്. എനിക്ക് ശ്വസിക്കാനായിട്ട് ശക്കലം ഗ്യാപ്പ് തന്നിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ഇങ്ങനെ കിടക്കുക. ചേച്ചി ഇവിടെ കിടന്നിട്ട് എന്റെ പൊന്ന് പൂർണിമേ നീ ചത്തല്ലടി, പൈസ തന്നില്ലടി പ്രൊഡ്യൂസർ, ഇതുവരെ പൈസ തന്നില്ല. ഞാൻ എന്ത് ചെയ്യും? ട്രെയിനിന്റെ സമയമായി, അയാളെ എപ്പ വരും, എപ്പ പൈസ തരും അറിഞ്ഞൂടെ എന്റെ ചക്കരേ. ഇങ്ങനെയാണ് ഇങ്ങനെ ചേച്ചി പ്രൊഡ്യൂസർ പൈസ അതൊക്കെ എക്സ്പീരിയൻസ് ആണ്. കുനിയുമ്പോഴെല്ലാം ഇങ്ങനെ നെഞ്ചത്തടിക്കാ എന്റെ ഒന്നും തരുന്നില്ല. അല്ല ഇവിടെ വരുമ്പോ വരുമല്ലോ ഇങ്ങനെ കുനിയുമ്പോഴെല്ലാം പറഞ്ഞ് എനിക്കാണെങ്കിൽ ഇത് കേട്ടിട്ട് ശവമായിട്ടിരിക്കുകയല്ലേ. അനങ്ങാൻ പറ്റുമോ? എന്നെ പിടിച്ച് തട്ടി കണ്ണ് തുറക്കാനും പറ്റില്ല. തട്ടി ചേച്ചി ഇങ്ങനെ എന്റെ പൊന്നെ എന്റെ പൈസ തന്നില്ല. അയാളെ ഏഴായാലത്ത് കാണുന്നില്ല. ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള സീന്. ചേച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്. ബാക്കിയുള്ളവർക്കൊക്കെ എല്ലാരും ചിലർ പുറയിലിരിക്കണം. അവർക്ക് മമ്മൂക്ക ഓടി വന്ന് പൂർണിമേ എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിച്ചു. എന്തോന്ന് ചേച്ചി ഇതിങ്ങനെ, ചേച്ചി ഇങ്ങനെയാണോ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കരയുന്നവരൊക്കെ ചിരിച്ചു പോയി കാണുമല്ലോ. അത് പിന്നെ അവരിങ്ങനെ ചിരിക്കാതെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അവരും ഓൾസോ ഗുഡ് ആർട്ടിസ്റ്റ്. അവരിങ്ങനെയൊക്കെ മറിച്ചിരിക്കാണ്, ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. ഞാൻ വിചാരിച്ച മമ്മൂക്ക എന്റെ പൂർണ്ണിമ എന്റെ പൈസ കിട്ടിയില്ലേ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിക്കോ? ഇല്ല, മമ്മൂക്ക പറഞ്ഞു എങ്ങനെ നീ ഇങ്ങനെ ചിരിക്കാതെ ശവമായിട്ട് കിടക്കുന്നത് എന്ന് പറഞ്ഞു. എങ്ങനെ കിടക്കുന്നു ഭയങ്കരമായിട്ട്. അത് സുമാർച്ചി മറക്കാനേ പറ്റൂല. ഇങ്ങനെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഒരേ ടേക്കിൽ, അതായത് ഓക്കെ ആകണ്ട. മമ്മൂക്ക ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ കട്ട് ഷോട്ട് എടുത്തു. ഈയിടെ നിങ്ങള് ഈ 80കളിലെ നടിമാരെല്ലാം കൂടെ നമ്മുടെ സുമലതയുടെ മകന്റെ കല്യാണത്തിന് കണ്ടുമുട്ടി. ഞാനുണ്ടായിരുന്നു. എല്ലാവരെയും ഈ സുമലത പോലെയുള്ള അന്നത്തെ കാലത്തിലെ ലീഡിങ് നായികമാരുമായിട്ടൊക്കെ ഒരു ബന്ധം കീപ്പ് ചെയ്യുന്നുണ്ടോ ഇപ്പോഴും? അതിപ്പോഴും ഉണ്ട്. ആ 80s ഗ്രൂപ്പ് എന്നും പറഞ്ഞിട്ട് ഉണ്ടല്ലേ? പിന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടായിട്ടുണ്ട്. അതിൽ വാട്സപ്പില് നമ്മൾ എല്ലാം കാര്യങ്ങളൊക്കെ പറയും. എല്ലാവരും എല്ലാ വർഷവും ഇത്തവണ ഞങ്ങൾക്ക് പറ്റിയില്ല, കാരണം ഫ്ലഡ് ഉണ്ടായിരുന്നല്ലോ ചെന്നൈയിൽ വെച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നടന്നില്ല. അവിടെ നല്ല ഫൺ ജോളി എല്ലാവരും ഉണ്ട്. ലാലേട്ടനുണ്ട്, പിന്നെ തെലുങ്കിന്നുണ്ട്, ഹിന്ദിന്നുണ്ട്, എല്ലാവരും ഉണ്ട്. എനിക്ക് അറിയാത്തവരെയും പരിചയപ്പെടാൻ പറ്റിയായിരുന്നു. അല്ലല്ല, അത് മധു സാറിന്റെ ഒരു നവതിയുടെ ഒരു ഫംഗ്ഷൻ നടത്തിയല്ലോ. അപ്പൊ അതിന് നമ്മൾ അവിടെ നിന്ന് നിശാഗന്ധിന്ന് നമ്മൾ വണ്ടിയിൽ കയറി മധു സാറിന്റെ വീട്ടിലേക്ക് പോവുക. അപ്പൊ ആ വണ്ടിക്കകത്ത് പ്രിയേട്ടൻ, സത്യേട്ടൻ, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ഞാന്, അംബിക, പിന്നെ കുറെ പേര്, സീമ ചേച്ചി, അംബി ചേച്ചി, പിന്നെ എല്ലാരും ഉണ്ടായിരുന്നു. ചന്ദ്രകുമാർ മോഹൻലാൽ അവിടെയല്ലേ ഒരു ഡയലോഗ് അടിച്ചത്, ഞാൻ ചിലപ്പോ അറിയാതെ ഉമ്മ വെച്ചു പോകുന്നു പറഞ്ഞത്? അതും അല്ലല്ല, അത് 80s ഒരു ഇതില് നസീർ സാറും ഷീലാമ്മയും കൂടെ അഭിനയിച്ച ഒരു പാട്ടുണ്ടല്ലോ, ചന്ദ്രികയിൽ ചന്ദ്രകാന്തം, ആ പാട്ട്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ടേൺ ചെയ്യണം. അപ്പൊ ലാലേട്ടൻ മറ്റേ നീ മര്യാദക്ക് ടേൺ ചെയ്യലെങ്കിൽ ഞാൻ ഉമ്മ വെച്ച് കളയുവേ. പിന്നെ എന്റെ അടുത്ത് പറയാം. അപ്പൊ കറക്റ്റ് ടൈമിൽ ഞാൻ തിരിഞ്ഞില്ലെങ്കിൽ ലാലേട്ടൻ ഞാൻ പിന്നെ ഉമ്മ വെക്കുന്നു, പക്ഷെ ഉമ്മ വെച്ചു. അപ്പൊ ഈയിടെ ഞാൻ അറിഞ്ഞത് മേനക അപാരമായിട്ട് യോഗ, എക്സർസൈസ്, തടി കുറയ്ക്കാനുള്ള പുതിയ പുതിയ പരീക്ഷണങ്ങൾ സാഹസികമായിട്ട് ചെയ്തോണ്ടിരിക്കുക. ചില ഇൻസ്റ്റാഗ്രാമിൽ എവിടെയൊക്കെ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ, ശീർഷാസനം ഒക്കെ തുടങ്ങിയെന്ന് പറഞ്ഞു. തടി കുറയ്ക്കണമെന്നില്ല, പക്ഷെ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് യോഗ ചെയ്യുന്നു. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നു.